നമ്മൾ allyl complexes പറ്റി പറഞ്ഞു വന്നത് അല്ലേ. allyl complexes can be either eta 1 or eta 3 allyl. So we can see that eta 1 allyl is also sigma allyl, and this can be called a pi allyl, isn't it? Because the allyl in the formula ശ്രദ്ധിക്കുക C3 ചിലപ്പോൾ ഇങ്ങനെ കാണും കേട്ടോ, C3H5 സിഗ്മ C3H5 എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ അലൈൽ. സിഗ്മ അലൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞാണ് CH2 CH2. The metal is bonded like this, and this species sigma allyl or eta 1 allyl is considered as a 1 electron donor in the neutral atom method, or in the പുതിയ ടെർമിനോളജിയിൽ എന്താ പറയുന്നതിന് in the covalent model, whereas in the ionic model it is considered as a 2 electron donor when it is considered as a negative charged ion. മറ്റേതിൽ ചാർജ് ഇല്ല, ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റേതാണെങ്കിലോ പൈ അലയിലാണെങ്കിൽ എന്തുണ്ടാവുക? പൈ അലയിലാണെങ്കിൽ CH2 CH2 is connected to the metal like this. Usually it may be represented like this. The dotted line ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലൈൻ ആയിട്ടോ കാണിക്കും, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കാണിച്ചാൽ ശ്രദ്ധിക്കുക, that is a pi allyl group. കാരണം നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ കൺവെൻഷൻ എന്താണ്? CH2 CH2. ഇതിൽ CH3 അല്ല, ശ്രദ്ധിക്കുക, ഇത് CH2 CH2 because it is bonded to the metal through all the carbon atoms. You can see, or it is, you can see all the carbon atoms are sp2 hybridized and so on. നമ്മൾ പറഞ്ഞാണ്. ഇപ്പോൾ നമ്മുടെ സിലബസിൽ പൈ അലൈൽ കോംപ്ലക്സസ് അതിന്റെ പ്രിപ്പറേഷൻ ആൻഡ് റിയാക്ട് സ്ട്രക്ചറിങ് തന്നെയാണ്. പ്രിപ്പറേഷനും ഒന്ന് രണ്ട് മെത്തേഡ് ഓർത്തത് നല്ലതാണ്. പൈ അലൈൽ കോംപ്ലക്സ് ആയാലും സിഗ്മ അലൈൽ കോംപ്ലക്സ് ആയാലും ഉണ്ടാക്കുന്ന മിക്കവാറും ഒരേ മെത്തേഡാണ്. ദാറ്റ് ഈസ് യൂസിങ് അലൈൽ ക്ലോറൈഡ്. അലൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ കേസിലും കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്. അതിനോട് ഞാൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് എ ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക്. ഓർമ്മയുണ്ടോ? ഹോമോലെപ്റ്റിക് അലൈൽ കോംപ്ലക്സസ് ആൻഡ് ഹെട്രോലെപ്റ്റിക് അലൈൽ കോംപ്ലക്സസ്. എന്താ അർത്ഥം? അലൈൽ ലിഗൻഡ് മാത്രമുള്ള കോംപ്ലക്സ് ആണെങ്കിൽ നമ്മൾ ഹോമോലെപ്റ്റിക് എന്ന് പറയും. മറ്റ് ഓർഗാനിക് ലിഗൻഡ്സിന്റെ കൂടെ വരുമ്പോൾ അതിനെന്ത് പറയും? അതിനെ ഹെട്രോലെപ്റ്റിക് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു കൻ സീ ദാറ്റ് this is a homoleptic complex of a allyl group with iridium, and it is also a pi allyl. pi allyl മാത്രമേ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് കാണൂ, സിഗ്മ അലൈലിൽ കാണില്ല. അതായത് സിഗ്മ അലൈൽ ലിഗൻഡ്സ് പറയുന്നത് മനസ്സിലാണെങ്കിൽ സിഗ്മ അലൈൽ ലിഗൻഡ്സ് മാത്രമായിട്ട് ഉള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാവില്ല. അതായത് ഇപ്പൊ സിഗ്മ അലൈൽ എന്താ ഇങ്ങനത്തെ കുറെ ലിഗൻഡ്സ് ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ഇല്ല, കാണുന്നില്ല. നോ എക്സാമ്പിൾസ് ആർ സീൻ ഫോർ സച്ച് കോംപ്ലക്സസ്. So we can be, of course it can be other ligands like carbon monoxide or say cyclopentadiene and so on. അതിനൊക്കെ ഉണ്ട് ഒരു ലിഗൻഡ് മാത്രം, ഒന്നോ രണ്ടോ വരും. അല്ലാതെ ഫുള്ളായിട്ട് അല്ലാതെ ഹോമോലെപ്റ്റിക് സിഗ്മ അലൈൽ കോംപ്ലക്സസ് ആർ എക്സാമ്പിൾസ് ആർ റെയർ, ഓർ യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് സച്ച് കോംപ്ലക്സസ്. ഉണ്ടാവുന്ന അറിയില്ല, വളരെ റെയർ ആണ്, ഇല്ലാന്ന് തന്നെ പറയാം. ഞാൻ കണ്ടിട്ടില്ല എവിടെ ഇങ്ങനത്തെ കോംപ്ലക്സ്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ എന്ന് പറഞ്ഞാല് ഇത് മാത്രമായിട്ടില്ല. പക്ഷെങ്കിൽ ഇത് മാത്രമായിട്ടുള്ള പൈ അലൈലിന്റെ കോംപ്ലക്സസ് ആണ്. നിക്കൽ കോംപ്ലക്സ് ഉണ്ട്, വളരെ കോമൺ ആണ് നിക്കൽ. ലൈക്ക് ദിസ്. രണ്ട് പൈ അലൈൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ രണ്ട് eta3 അലൈൽ ഗ്രൂപ്പ്സ് മാത്രം നിക്കലോ ചേർന്ന കോംപ്ലക്സ് ഉണ്ട്. Ni നമുക്ക് എങ്ങനെ എഴുതാം? ഇതുപോലെ എഴുതാം. Ni പൈ അലൈൽ. ഈ പൈ അലൈലിന് പകരം ചിലപ്പോഴേ പൈ C3H5 എന്നോ അല്ലെങ്കിൽ eta3 C3H5 എന്നോ eta3 അലൈൽ എന്നോ ഇങ്ങനെയൊക്കെ എഴുതാം. മനസ്സിലായില്ല? ഇതൊക്കെ ഇത് ഈക്വൽ എന്ന് ശ്രദ്ധിക്കുക. പല രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. പൈ അലൈൽ എന്ന് പറയാം, പൈ C3H5 എന്ന് പറയാം, eta3 അലൈൽ എന്ന് പറയാം, eta3 C3H5 എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ സംഗതി ഒന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ രണ്ടെണ്ണം ശ്രദ്ധിക്കാം. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. See, this is a 3 electron donor and nickel is having 10 electrons. അല്ലേ? നിക്കലിന് 10
electrons are in the covalent mode. If you take all the electrons of nickel into account, 10 electrons are there. D8S2 nickel, 10 electrons plus 6 electrons from this part. That means this is a 16 electron species. And when you go here, you can see iridium. Iridium is an element or metal belonging to the cobalt group. D7S2 there are 9 electrons. 9 plus 9, that is, this is a 18 electron species. So that's why 18 electron is 60 electron. These are stable compounds. For this can be cited as examples for homoleptic. Homoleptic allyl complexes. More correctly, homoleptic pi allyl or eta 3 allyl complexes. And also remember that there are no examples. At least we know no examples for homoleptic eta 1 allyl complexes. Eta 1 ഈ ടൈപ്പിലുള്ള അല്ലെങ്കിൽ സിഗ്മ allyl complex homoleptic ആയിട്ട് കാണുന്നത് വളരെ വളരെ rare ആണെന്ന് മനസ്സിലാക്കുക. Okay? And of course, പറഞ്ഞ ഈ കോംപ്ലക്സസിന് അധികം വളരെ കോമൺ ആയിട്ടൊന്നുമില്ല, കുറവാണ്. കൂടുതൽ വരുന്നത് എന്താണ്? ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ്. മറ്റ് പല ലിഗാൻസിന്റെ കൂട്ടത്തിലോ ലിഗാൻഡ് ആയിട്ട് ഒരു മെറ്റലിന് ചുറ്റും പല ടൈപ്പ് ലിഗാൻസ് ഉണ്ട്. CO, NO എന്നൊക്കെ പറഞ്ഞ അതിന്റെ കൂട്ടത്തിലെ ഒരു eta3 അലൈലോ 2 eta3 അലൈലോ ഒക്കെ വരുന്ന eta1 ഉണ്ട്. അതാണ് ഹെറ്ററോലെപ്റ്റിക് എന്ന് പറയുന്നത്. ഹെറ്ററോലെപ്റ്റിക്കില് എന്തുണ്ട്? ഹെറ്ററോലെപ്റ്റിക്കില് eta1 ഉണ്ട്, eta3 ഉണ്ട്, പൈ ഉണ്ട്, സിഗ്മ ഉണ്ട്. ഹോമോലെപ്റ്റിക്കില് eta3 മാത്രമേ കാണൂ, eta1 കാണുന്നത്. അപ്പൊ വ്യത്യാസം മനസ്സിലാണല്ലോ. ഹോമോലെപ്റ്റിക് മീൻസ് metal plus only this ligand, that is C3H5. C3H5 n times, whatever it may be. അതാണ് ഹോമോലെപ്റ്റിക്. ഇതിനെന്താണല്ലോ മെറ്റലും C3H5 അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ CO, NO, സൈക്ലോപെന്റാഡൈൻ ഇതുപോലെയുള്ള മറ്റ് ഓർഗാനിക് ലിഗാൻസ് കൂടി ചേർന്ന് വരുന്ന കോംപ്ലക്സസ്, മിക്സ്ഡ് ലിഗാൻഡ് കോംപ്ലക്സസ് ആണ് ഹെറ്ററോലെപ്റ്റിക് എന്ന് പറയുന്നത്. ഹോമോലെപ്റ്റിക് ഒറ്റ ടൈപ്പ് ലിഗാൻസേ ഉള്ളൂ. അപ്പോൾ ഫുള്ളും എല്ലാ ലിഗാൻഡും ഇതുപോലെ, എല്ലാ ലിഗാൻഡും ഇതുപോലെ ആവുക. അപ്പോഴാണ് എന്ത് പറഞ്ഞ ഹോമോലെപ്റ്റിക്. ഇപ്പൊ രണ്ടാലയിലും വേറൊന്നും എന്തായാലും അത് ഹെറ്ററോലെപ്റ്റിക് ആയി മാറി. And there are also examples for complexes in which both these are present. ഒരു സിഗ്മ അലൈലും ഒരു പൈ അലൈലും ഒക്കെ വരുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്യും. പലപ്പോഴും അങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടുന്നത് in order to satisfy either 16 electron rule or the 17 electron rule. ഒരു കോംപ്ലക്സിൽ ഒരു മെറ്റൽ ഉണ്ട്, അതിന് ചുറ്റും 3-4 ലിഗാൻസ് ഉണ്ട്. ബാക്കി ലിഗാൻസുകളുടെ കൂട്ടി വരുമ്പോൾ ഒരു പൈ ഒരു സിഗ്മ അലൈൽ ഉണ്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു പൈ അലൈൽ ഉണ്ടെന്ന് വെച്ചോ. അതിന് 3, ഒരു CO-ന്റെ 2, ഒരു സൈക്ലോപെന്റാഡൈൻ 5 എല്ലാം കൂടി കൂട്ടി 17 ഇലക്ട്രോൺ ആയി നിൽക്കുകയെങ്കിൽ ഈ 18ാമത്തെ ഇലക്ട്രോൺ അത് ഒരു അലൈൽ ഗ്രൂപ്പ് കിട്ടുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? അതേ വിധത്തിൽ മാത്രമേ ബോണ്ട് ചെയ്യും. 18ആയി. പിന്നെ അത് മറ്റൊരു രൂപത്തിലേക്ക് പോകില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? Is it clear? So, in order to adjust the number of electrons to 18 or 16, there may be there are complexes actually in which the same allyl group, 2 allyl groups are there. One is sigma, other is pi, or one is eta1, other is eta3. Such complexes are also there. Okay. പറഞ്ഞു ഇതിന്റെ പ്രിപ്പറേഷൻ. ഈ പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഒളിഫീൻ കോംപ്ലക്സിന്റെ പ്രിപ്പറേഷനെ പറ്റി നമ്മൾ കാര്യമായിട്ട് പറഞ്ഞില്ല, അത് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സീസർ സോൾട്ട് ആണ്. ചിലപ്പോഴങ്ങനെ ആരെങ്കിലും ഹൗ ഈ സീസർ സോൾട്ട് പ്രിപ്പയർഡ് എന്നാണ് ചോദിച്ചുണ്ടായില്ല. ഒരു മെത്തേഡ് എങ്കിലും സീസർ സോൾട്ടിനെങ്കിലും ജനറലി ഒളിഫീൻ കോംപ്ലക്സിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പലതുണ്ട്. ഓക്കെ, അതങ്ങനെ സീസർ സോൾട്ട് പ്രിപ്പറേഷൻ ചോദിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട്. സീസർ സോൾട്ട് എന്തായിരുന്നു? KPT CH3 C2H. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. This is easily prepared by bubbling ethylene is a gas, by passing ethylene gas, bubbling ethylene gas through a aqueous solution of K2PtCl4. This is also a very common compound. K2 potassium tetrachloroplatinate 2 എന്ന് പറഞ്ഞാൽ വെരി കോമൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇതിന്റെ വാട്ടർ സോല്യൂബിൾ ആണ്, സോൾട്ട് A+ PtCl4 - ആഡ് ചെയ്ത് ഈ സോൾട്ട് സൊല്യൂഷനിലേക്ക് എത്തിലീൻ ഗ്യാസ് ബബിൾ ചെയ്യുക ഇൻ ദി പ്രസൻസ് ഓഫ് എ സ്റ്റാനസ് ക്ലോറൈഡ് or any stannous salt. സ്റ്റാനസ് ക്ലോറൈഡ് കുറച്ച് കാറ്റലിസ്റ്റ് ആണ്.
In the presence of stannous chloride, yes, ethylene gas is bubbled through a aqueous solution of a K2PtCl4. K2 equation ആവശ്യമൊന്നുമില്ല ശരിക്കും plus C2H4 giving KPtCl3C2H4 plus of course KCl. ഒരു ക്ലോറൈഡ് പോയി ഒരു പൊട്ടാസ്യം പോയി PtCl3യും C2H4 ചേർന്നിട്ട് PtCl3C2H4 ദാറ്റ് ഈസ് CCl സോൾട്ട്. അപ്പോൾ അതിന്റെ മെത്തേഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഇത്രയും സിമ്പിളായ കാര്യം എഴുതാതിരിക്കുന്ന മോശമാണ്. വളരെ സിമ്പിളാണ്. By passing or bubbling, ethylene gas, ethylene gas is bubbled through an aqueous solution of a potassium chloroplatinate K2PtCl4 in the presence of a stannous chloride as the catalyst. അതാണ് അതിന്റെ മെത്തേഡ്. അതവിടെ പ്രത്യേകിച്ച് മറന്നോളാം. കാരണം വളരെ സിമ്പിളായ കാര്യം നമ്മൾ ഇത് കണ്ടിച്ചാലോ ഇത് നോക്കിയില്ലാലോ ഓർത്തില്ലാലോ എന്ന് പറയരുത്. അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ പോകുന്നത് the preparation of a allyl complexes. There are different methods available for allyl complexes. All of these, most of them utilize a allyl chloride. For example, there is a very common reaction that is a Mn2CO, very similar or very familiar similar complex Mn2CO10. And when it reacts with a metallic sodium, we can say it is NaMnCO5. MnCO5 മൈനസും Na പ്ലസും ആയിട്ടുള്ള നമ്മൾക്കറിയാം എന്തുകൊണ്ടാണ് MnCO10 ഡൈമറൈസ് ചെയ്ത്. MnCO5 Mn has 7 ഇലക്ട്രോൺസ്, D5S2 ആണ്. 7 + 10 17 ഇലക്ട്രോൺ സ്പീഷീസ് ആണിത്. അത് 18 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ MnMn ബോണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റൽ മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ the metal gains one more electron, that is it becomes a 18 electron species. മോണോന്യൂക്ലിയർ കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റില്ല മാംഗനീസിന്, കാരണം അതിന്റെ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, 7 ഇലക്ട്രോൺ ഉള്ളത്. അയൺ ആകുമ്പോൾ അത് 8ആയി FeCO5. നിക്കൽ ആകുമ്പോൾ അത് 10ആയി NiCO4. ക്രോമിയം ആകുമ്പോൾ അത് 8ആയി 6ആയി. അപ്പോൾ CrCO6 എല്ലാത്തിലും 80 ഇലക്ട്രോൺസ് ആണ്. പക്ഷെ മാംഗനീസോ കൊബാൾട്ടോ ആകുമ്പോൾ മാംഗനീസിൻ്റെത് D7 ആണ്. മാംഗനീസ് D5S2 7 ഇലക്ട്രോൺ ആണ്. കൊബാൾട്ട് D7S2 9 ഇലക്ട്രോൺ ആണ്. അപ്പൊ എത്ര കാർബോണോക്സൈഡ് കൂട്ടിയാൽ 18 ഇലക്ട്രോൺ ആക്കാൻ പറ്റില്ല മറ്റേ ഈ ഭാഗത്തോടായതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഡൈമറൈസ് ചെയ്യും. നമുക്കറിയാം Mn2CO10 CO2 CO4. അത് easily react with the sodium or it easily get reduced. You can say MnCO5 minus ആയാലോ. MnCO5 minus ആയാലേ എന്തായി Mന്റെ 7ഉം CO5ന്റെ 10ഉം മൈനസിന്റെ 1 കൂട്ടി 7 10 17 18ആയി. അതാണ് ഇങ്ങനെയായി മാറുന്നത്. This actually Na plus and MnCO5 minus, and MnCO5 minus is a 18 electron species. So MnCO5 can stabilize itself either by converting it to MnCO5 minus or by dimerizing into Mn2CO10. In both cases the number of electrons becomes 18. നമ്മൾ പറഞ്ഞ പോയിന്റ് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? The preparation of a allyl complex. So if the sodium salt of MnCO5 or any this called a carbonylate ion, a carbonylate ion can react with a allyl chloride CH2 CH2Cl plus MnCO5 minus, giving now CH2 MnCO5 plus of course Cl minus. Cl minus is thrown out and you can say it forms sodium chloride. Full ആയിട്ട് നമ്മൾ ഇതിന്റെ കൂടെ Na എന്ന് കൊടുത്തു കഴിഞ്ഞാൽ NaCl നമുക്ക് ഒഴിവാക്കാനാണ്. ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. So we first get a sigma allyl complex. This is a sigma allyl complex. So we can say it is a sigma C3H5, isn't it? Or it is a eta 1 allyl complex. And this complex either by heating or by photochemical radiation is seen to be converted into
this gets converted into as pi or eta 3 mn co എന്താവും CO 4 times ആവും. കാരണം എന്താണ്, ഈ 1 electron donor 3 electron donor ആയി മാറും. This 1 electron donor, this is sigma, and this is 3 electron donor, this is pi. We can see it is an increase in the number of electrons by 2. That means 1 carbon monoxide is excess. അതിനെ പുറത്താക്കും. കാരണം ഇപ്പം എത്രയാണ് ഇവിടെ ശ്രദ്ധിക്കുക, 10ഉം 7ഉം 1ഉം 18. ഇവിടെ എന്താണ് 8ഉം 7ഉം 3ഉം 18. ഇത് 3ആണ്. See, pi array is 3 electron donor, sigma array is 1 electron donor. മാറിപ്പോയത്. അപ്പോൾ ഇത് 18 ആണ്, ഇതും 18 ആണ്. ഇത് 18 നിർത്തണമെങ്കിൽ എന്ത് വേണം, ഒരു കാർബൺ മോണോക്സൈഡിനെ പുറത്താക്കണം. അതിനെ പുറത്താക്കി. See, such a method is there for the purpose. So we can see that say book example varana, this is an example for a heteroleptic sigma allyl complex, and this is an example for heteroleptic pi allyl complex. ഇതിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് മാത്രം അൺസ്റ്റേബിൾ ഒന്നല്ല, ഇതിനെ ഹീറ്റ് ചെയ്യോ ഫോട്ടോകെമിക്കലാണോ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ കോമ്പൗണ്ട് കിട്ടുന്നത്. എനിവേ, ദിസ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് allyl complexes, both sigma allyl and sigma allyl മിക്കവാറും കേസിൽ പൈ അലൈലോ. ഈ സിഗ്മ അലൈലും പൈ അലൈലും അങ്ങോട്ട് ഇത് വേണമെങ്കിൽ ഏതൊക്കെ സ്ട്രോങ് ഇരിക്കാൻ വന്നിട്ട് വീണ്ടും ഇതിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, ചിലപ്പോൾ ഇത് കൊണ്ടും സിഗ്മ അലൈലായി മാറും. ദിസ് ഈസിലി ഇന്റർ കൺവേർട്ടിബിൾ ആൻഡ് ദാറ്റ് മേക്സ് അലൈൽ കോംപ്ലക്സസ് വെരി റിയാക്റ്റീവ്. വളരെ റിയാക്റ്റീവ് ആയ കോംപ്ലക്സ് ആണ് അലൈൽ കോംപ്ലക്സ്. അതിന്റെ കാരണം ഇതാണ്, അലൈൽ ക്യാൻ ബൈൻഡ് ഇൻ 2 different ways depending on the availability of electron on the other part. മറ്റേ ഭാഗത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനനുസരിച്ച് എത്ര വേണം, ഒന്ന് വേണമെങ്കിൽ ഒരു 1 electron donor ആയിട്ടോ 3 electron donor ആയിട്ടോ അതിന് ആക്ട് ചെയ്യാൻ പറ്റും. Depending on the requirement to fill up the 18 electron or 16 electron or 18 electron ഏതാ വേണ്ടത് അതിനനുസരിച്ച് 1 electron മതിയോ, ശരി എന്നാൽ ഞാൻ ഈ വിധത്തിൽ ബോണ്ട് ചെയ്യാം, 3 electron വേണോ, ശരി ഞാൻ ഈ വിധത്തിൽ ബോണ്ട് ചെയ്യാം എന്നുള്ളത് വളരെ റെഡിയാണ് ഈ അലൈൽ സ്പീഷീസ്. അതതിന്റെ പ്രത്യേകത, മനസ്സിലായില്ലേ? ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ്സ് ഓഫ് ഒരുപാട് മെത്തേഡ് ഉണ്ട്. വേറെ പറയാം, അതും ഒരു ഡൈമറിൽ നിന്നാണ്. ഈ ഡൈമറിന്റെ പ്രത്യേകത ഞാനിപ്പം പറഞ്ഞതാണ്. ഡൈമറിന്റെ പ്രത്യേകത ഈസിലി ഒരു ആനയോണിക് മോണോമറായി മാറാൻ പറ്റും. A dimer can easily be reduced into an anionic monomer. Mn2 CO10 can be converted into MnCO5 minus. CO2 CO8 can be converted into COCO4 minus. എല്ലാത്തിന്റെയും കടിയോടെയാണ് 18 electron or 16 electron species ആക്കാൻ വേണ്ടിയാണ് ഈ ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, Fe Cp CO2 twice. This is a well known complex. നമുക്കറിയില്ലെന്നേ ഉള്ളൂ. Fe Cp CO2 twice. Cyclopentadienyl iron carbonyl dimer. എല്ലാവരും cyclopentadienyl iron carbonyl dimer. Okay, this species can easily be reacted with sodium and get converted into നേരത്തെ നമ്മുടെ മാംഗനീസിന്റെ കേസ് പറഞ്ഞ പോലെ NaFe. Cp is cyclopentadienyl eta 5 cyclopentadiene 5 electron ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, 5 4 9 അയൺ എത്രയാണ്, D6S2 ആണ്, 8 9 17 ഒന്ന് കുറവാണ്. അതുകൊണ്ടാണ് ഡൈമറൈസ് ചെയ്യുന്നത്. അവിടെ ഉണ്ടാവും ഒരു അയൺ ബോണ്ടും കൂടി ഫോം ചെയ്ത് അത് 18. അതുകൊണ്ട് ഡൈമറൈറ്റ് ജസ്റ്റ് ലൈക്ക് Mn2CO10. യു അണ്ടർസ്റ്റാൻഡ്? സോ ദിസ് ഈസ് NaCP CO2. നേരത്തെ പറഞ്ഞ യാതൊരു വ്യത്യാസമില്ല, ഇത് ശ്രദ്ധിക്കണം. And this will react with a C3H5Cl, that is our allyl. C3H5Cl, and it is converted into, as of course by the elimination of sodium chloride, C3H5. This is actually sigma, isn't it? C3H5 just as a 1 electron donor, Fe Cp CO2. ഈ അയണിന് ചുറ്റും എത്ര ലിഗൻഡ്സ് ഉണ്ട്? ഒരു eta1 അലൈൽ, ഒരു സൈക്ലോപെന്റാഡൈനൈൽ, ഒരു 2 കാർബൺ മോണോക്സൈഡ്. You can see that this is 3, this is 8, this is 5 and this is 4. ഇതിലെ കൂടി പോയാ, sorry, this is 1 not 3. Eta sigma 1. So it is 18.
And this again, just as in the case of the manganese complex, either by heating or by photochemical irradiation, we can say it can be converted into the pi-allyl complex with the removal of elimination of one carbon monoxide. You can see that it is converted into pi C3H5 Fe Cp and Co. Here you can also see that this is 3, this is 8, this is 5 and this is now 2 carbon monoxide S. Then why the CO5? Okay, that minus here ആവശ്യമില്ല. Arrow mark difference. മനസ്സിലായില്ലേ? ഒരു കാർബൺ മോണോക്സൈഡ് പോയിട്ട് ബാക്കി ഒരു കാർബൺ മോണോക്സൈഡ് നേരത്തെ കേസ് പോലെ one carbon monoxide is removed. Why? Because eta1 allyl is converted into eta3 allyl. ഈ കൺവേർഷൻ നടക്കുമ്പോൾ ഒരു ലിഗൻഡിനെ അതിന് ഒഴിവാക്കാൻ പറ്റിയ സൈക്ലോപെൻറ്റൈൻ അതിന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇത് ആക്ടിങ് ആസ് 5 ഇലക്ട്രോൺ ആണ്. ഒറ്റയടിക്ക് 5 ഇലക്ട്രോൺ കൊടുക്കുന്നതാണ്. ഇവിടെ ഈ രണ്ട് ഇലക്ട്രോൺ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഒരു സിഒനെ ഒഴിവാക്കി. Got the point? Right? And we get this compound. This another, of course, this can be cited as another method. These are other methods only. For example, it is in that low valent metal complexes. Low valent means metal atoms in the low oxidation state usually react with allyl chloride. You see that NiCl2 react with NiCl2 NiCO 4 times. This is a low valent because nickel is in the oxide state is 0. NiCO4 will react with C3H5Cl 2 and 2. What is second? What is the second data? Yes. Then I remember I have button worry. Okay, say. So we can see that these two will react together, forming Ni Cl Cl Ni like this. So we can see this is again a dimeric complex with a dimeric dinuclear complex with the bridging chloride ions. You can see that both the allyl group and the chloride ion is hetero group, and we can see that all the 8 carbon monoxide ligands are removed. So this is a sigma allyl complex directly formed. നമ്മൾ pi allyl നേരത്തെ കണ്ട കേസിലും pi allyl sigma allyl ഉണ്ടാക്കിയിട്ട് അതിനെ ഹീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇറഡിയേറ്റ് ചെയ്തിട്ടോ pi allyl ആക്കുമായിരുന്നു. ഇവിടെ നേരിട്ട് pi allyl complex ആണ് ഉണ്ടാകുന്നത്, sigma allyl ഉണ്ടാവുന്നില്ല. There is a reaction between nickel carbonyl and allyl chloride. Nickel വളരെ ഫെമിലിയർ ആയ ഫോം, nickel carbonyl നമുക്ക് വളരെ ഫെമിലിയർ ആണ്. allyl chloride, these two will react together forming this particular pi allyl complex of nickel. ഇക്കാര്യം ഒന്നും ശ്രദ്ധിക്കുക. allyl കോംപ്ലക്സസിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലക്സ് ആണ് ഇതേപോലെയുള്ള പലേഡിയത്തിന്റെ കോംപ്ലക്സ് അല്ല പലേഡിയം. യാതൊരു വ്യത്യാസമില്ല. something like this. നിക്കൽ ഫോം ചെയ്യുന്ന പോലെ തന്നെ ദിസ് യൂസ് എസ് എ കാറ്റലിസ്റ്റ് ഇൻ ഓർഗാനിക് സിന്തസിസ്. ഇത് പ്രധാനപ്പെട്ട ഒരു കോംപ്ലക്സ് ആണ്. ഇത് അലൈൽ പൈ അലൈൽ കോംപ്ലക്സ്. ഇത് പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം ഇതേ മെത്തേഡ് തന്നെ ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? പക്ഷെ എന്താണ് പലേഡിയം കാർബണൈൽ ഒന്നുമില്ല, അതിന് വേറെ തരത്തിലുള്ള കോമ്പൗണ്ട്സ് എടുക്കേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. എനിവേ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് another method for the preparation of allyl complexes. ചിലപ്പോൾ ഏതൊക്കെ അലൈൽ കോംപ്ലക്സ് ഉണ്ടാക്കാനും ഇന്ന കോംപ്ലക്സ് ഒരിക്കലും ചോദിക്കില്ല. അത് വൺ മെത്തേഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് അലൈൽ കോംപ്ലക്സ് വെച്ചാൽ ഏതെങ്കിലും എഴുതാം. അല്ലാതെ ഈ പറഞ്ഞ ഈ പ്രത്യേക കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ഒരിക്കലും ചോദിക്കാൻ സാധ്യതയില്ല.
give any one method, any two method for the preparation of allyl complexes. ഏതെങ്കിലും രണ്ട് മെത്തേഡ് അവിടെ എഴുതിച്ചാൽ മതി. സ്പെസിഫിക് ആയിട്ട് ഇന്ന അലൈൽ കോംപ്ലക്സ് ഉണ്ടാക്കാൻ ചോദിച്ചാൽ അത് മാംഗനീസ് ഇടാൻ ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടാണ്. മാംഗനീസ് Mn2CO10 ആദ്യം സോഡിയം റിയാക്ട് ചെയ്ത് MnCO5- അയോൺ ആക്കി മാറ്റി അലൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് അലൈൽ മാംഗനീസ് CO5 എന്നൊരു സാധനം കിട്ടി. അതിനുശേഷം അതിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു CO പോയിട്ട് സിഗ്മ അലൈല് പൈ അലൈലായി മാറും. അയണിന്റെ കേസിലേക്ക് അതേപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിലും ആദ്യം ഡൈമറാണ്, സോഡിയം റിയാക്ട് ചെയ്ത് സോഡിയം സോൾട്ട് ആക്കി ഫാനയോണിക്കായി അതിന് അലൈൽ ക്ലോറൈഡ് ചേർത്ത് ഒരു സിഗ്മ അലൈൽ കോംപ്ലക്സ് ഉണ്ടായി. അതിനെ ഹീറ്റ് ചെയ്താൽ അതൊരു പൈ അലൈൽ കോംപ്ലക്സ് ആയി മാറും. ആ പോയിന്റ് ശ്രദ്ധിക്കുക. സിഗ്മ അലൈൽ ആൻഡ് പൈ അലൈൽ കോംപ്ലക്സസ് can be easily converted one another by either removal or addition of a ligand. ഒരു ലിഗാൻഡ് ചേർ ചെയ്യുമ്പോൾ സിഗ്മ അലൈല് പൈ അലൈല് സിഗ്മ അലൈലായി മാറും. ഒരു ലിഗാൻഡ് റിമൂവ് ചെയ്യപ്പെടുമ്പോൾ, റിമൂവ് ചെയ്ത് എളുപ്പമാണെന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യേണ്ട ഒരു കേസ് വരുമ്പോൾ ഉടനെ സിഗ്മ അലൈല് വീണ്ടും പൈ അലൈലായി മാറും. Depending on the ligand that is entering or leaving, if it can easily be removed, if a carbon monoxide can easily be removed, you can see that the sigma allyl is converted into pi allyl. If a particular ligand is to be added, and ചേർന്ന് മതിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പൈ അലൈൽ വീണ്ടും സിഗ്മ അലൈലായി മാറും. സിഗ്മ അലൈൽ 1 ഇലക്ട്രോൺ ഡോണർ ആണ്, പൈ അലൈൽ 3 ഇലക്ട്രോൺ ഡോണർ. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ശ്രദ്ധിക്കുക. അതിന്റെ ബോണ്ടിങ് നമ്മൾ വീണ്ടും പറയാണ്. CH2 CH2 ഇങ്ങനെ ബോണ്ട് ചെയ്യുമ്പോൾ ഒറ്റ ഇലക്ട്രോൺ കൊടുക്കുന്ന പോലെയുള്ളൂ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതും ഇതും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ പൈ അലൈൻ. പക്ഷെ ഇത് രണ്ട് വ്യത്യസ്ത ഇതല്ല. ഇത് ഒരു നമ്മള് എന്താണ് ഒളിഫീൻ ബോണ്ട് ഡിവാർത്താറ്റ് മോഡൽ 2 ഇലക്ട്രോൺ കൊടുക്കുന്നു. ഇത് ഒരു, പക്ഷെ 3 കൊടുക്കുമ്പോൾ അതിന്റെ ഇതന്നെ മാറും. can see that it is like this. All the carbon atoms are equally, we can say, bonded to the metal. Metal carbon, all the carbon atoms are equidistant from the metal, and all the carbon atoms CC bonds, both the CC bonds are equal. യാതൊരു വ്യത്യാസമില്ല. ഈ രണ്ട് ബോണ്ടിന്റെ ലെങ്ത്തും ഒരേപോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. ബോണ്ട് ലെങ്ത് വളരെ കൃത്യമാണ്. ഇത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് കുറവും, ഇത് സിംഗിൾ ആയതുകൊണ്ട് കൂടുതലൊന്നുമില്ല. having the same order, both are having the same length. Okay, ഇനി നമുക്ക് ഇതിന്റെ റിയാക്ഷൻസ് അലൈൽ കോംപ്ലക്സിന്റെ റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ പല ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് ഇന്നൊന്നുമില്ല. എന്നാലും 1-2 റിയാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, pi allyl complex can be attacked by a nucleophile because it is actually an electron deficient species. All the electrons are given to the metal. So electron deficiency varum, avade swabhavigayattum a nucleophile can attack easily. Okay, adeypole sigma allyl complexes can be attacked by a electrophile. Pi allyl complex, for example, Mn MOI. is common. മോളിബ്ഡത്തിൽ ഇലക്ട്രോൺസ് എണ്ണം എത്രയാണ്? 6, 11, 14, 16. CO തന്നെ, ഇത് CO തന്നെ. We can see 6. Molecule 6 and molybdenum is in the chromium group D4S2 or D5S1 ആണ്. 6, 9, 13, 2, 13. NO is a 3 electron, 60 electron species. Okay, whatever it may be, no problem. You can see that this will react with a nucleophile. Wait a second, 3 electron species. Alright, just 1 minute. ഇത് CO അല്ല, CP തന്നെയാണ്.
ഇവിടെ ചാർജ് ഡബിൾ ഡബിൾ. This is the reaction. You can see this is 6